മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല, പക്ഷെ ആസ് എ സിനിമ മ്യൂസിക് ആണെങ്കിലും ഓഫ് കോഴ്സ്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജാനേമന് ശേഷം ചിദംബരത്തിന്റെ ഡയറക്ഷനിൽ വന്ന ഏറ്റവും പുതിയ സർവൈവൽ ത്രില്ലർ മൂവിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്നും 11 കൂട്ടുകാർ കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്നതും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായി വരുന്നത്. 2006 ഗുണ കേവിൽ നടന്ന റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, ചന്തു, ഖാലിദ് റഹ്മാൻ, ശ്രീനാഥ് ബാസി, അഭിരാം രാധാകൃഷ്ണൻ, അരുൺ കുര്യൻ, ദീപക് പറമ്പോൾ, ഗണപതി, വിഷ്ണു രഘു എന്നിവരെല്ലാം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്ന ഒരു ഫാക്ടർ അജയൻ ചാലിശ്ശേരി ചെയ്ത ആർട്ട് വർക്കായിരുന്നു. ഗുണ കേവും കുഴിയും മരവും ഒട്ടും ഒറിജിനാലിറ്റി ചോരാത്ത രീതിയിൽ തന്നെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ റീബിൽഡ് ചെയ്തു എന്ന് പറയാം. ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫിയും വിവേക് ഹർഷന്റെ എഡിറ്റിങ്ങും സിനിമയ്ക്ക് നല്ല രീതിയിൽ ഒഴുക്ക് സമ്മാനിക്കുന്നതിന് വളരെയധികം സഹായകമായി എന്ന് എനിക്ക് തോന്നി. സുഷിൻ ശ്യാം ചെയ്ത മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും BGM ഡിപ്പാർട്ട്മെന്റും സിനിമയെ മറ്റൊരു തരത്തിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പാകത്തിന് അത്രയധികം മികച്ച രീതിയിലായിരുന്നു അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കഥയെയും കഥാപാത്രങ്ങളെയും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു കൊണ്ടുപോകുന്ന ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ നടക്കുന്ന ഒരു ഇൻസിഡന്റ് എല്ലാവരെയും പോലെ എന്നിലെ പ്രേക്ഷകരെയും പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ അതുവരെ പോയിരുന്ന ട്രാക്കിൽ നിന്ന് മാറി സർവൈവൽ ത്രില്ലറിലേക്ക് മാറുന്ന കാഴ്ചയും പിന്നീട് ഫ്രണ്ട്ഷിപ്പിനെയും അതിജീവനത്തെയും വളരെ മികച്ച രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുവാനാണ് ഡയറക്ടർ ചിദംബരം ഈ സിനിമയുടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം പുൾ ഓഫ് ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. മഞ്ഞുമ്മൽ ബോയ്സിലെ 11 കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയിൽ കുറച്ചും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ശ്രീനാഥ് ബാസിയും സൗബിൻ ഷാഹിറുമായിരുന്നു. ശ്രീനാഥ് ബാസിയുടെ സുഭാഷ് എന്ന കഥാപാത്രവും സൗബിൻ ഷാഹിറിന്റെ കുട്ടൻ എന്ന കഥാപാത്രവും സിനിമയെ അത്ര രീതിയിൽ തന്നെ ഇമോഷണലി എൻഗേജ് ചെയ്യിപ്പിക്കാൻ പാകത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. അവസാനമായി മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എണ്ണം പറഞ്ഞ സർവൈവൽ ത്രില്ലർ മൂവീസിലേക്ക് ചേർത്ത് വെക്കാൻ പാകത്തിൽ ഈ സിനിമയെ ഭംഗിയായി പ്രസന്റ് ചെയ്തതിൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ചിദംബരം വളരെ വലിയ കയ്യടിയാണ് അർഹിക്കുന്നത്. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.